ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് തമ്പിനയിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് ഏതാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ പാട് ഇതൊക്കെ നമ്മളെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. നമ്മൾ കുത്തിയിട്ടതൊക്കെ എന്തായി, വളർന്നോ ഇല്ലേ, ചെടികളൊക്കെ ഒന്ന് നോക്കല്ല വിചാരിച്ചിട്ട് അങ്ങനെ ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നുമില്ല. മക്കളൊന്നും എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. 6:30 ആയ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളൊക്കെ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ട് തൂമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ്. നമ്മൾ വീഡിയോ അന്ന് ഇട്ട് പോയതല്ല. അപ്പോൾ എന്താ ഏതാന്നുള്ളതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അതായത് സ്ഥാനത്തൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കണം. നമ്മൾ അന്ന് വെച്ച പോലെയാണ് കിടക്കുന്നത്. അങ്ങനെ എന്താ ഞാൻ അകത്ത് കയറി. മോള് എണീറ്റിട്ടുണ്ട്. എനിക്കാണ് എണീക്കാൻ കുറച്ച് മടിയിട്ട്. അപ്പോൾ അവനെ വിളിച്ച് എണീപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കണ ഈ ഒരു കട്ടുമ്മലാണ് കിടന്നിട്ടുള്ളത്. അതാണ് പുതപ്പ് ഓരോരുത്തരത് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെയാണ് കിടന്നു. അങ്ങനെ ഇതാ നമ്മളിപ്പോഴാണ് ഇട്ട് അടുക്കളയ്ക്ക് കയറുന്നത്. ഇപ്പോൾ സമയം ഒരു 6:45 ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ കട്ടിപ്പത്തി രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഒക്കെ വെച്ച് തിളച്ച് വന്നപ്പോൾ അതാ പൊടിയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലല്ലേ. നമ്മൾ വാട്ടിയെടുക്കുക. ഞാൻ പിന്നെ ഒന്ന് മൂക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും എന്നാൽ കാൽച്ചായക്ക് പകരം ബൂസ്റ്റ് ആക്കാൻ വിചാരിച്ചിട്ട് അതിന് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി എടുത്തതിന് ശേഷം ആ ഒരു അടുപ്പത്തേക്ക് തന്നെ അതാ ചോറ് പിന്നെ കഴുകിക്കാണ്ട് ഇതാ അരിയും ചോറും കൂടി അങ്ങനെ അരി വെള്ളം കൂടി അങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ റേഷൻ വീട്ടിലത്തെ അരിയാകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. കഴുകിക്കാണ്ടാണ്ട് തീമില്ലാണ്ട് വെക്കും. പിന്നെ ഇതാ കുറച്ച് വെള്ളം മാറ്റി നമ്മൾ ബൂസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളത്തൊക്കെ നമ്മളിതാ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയുടെ കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബൂസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, 2 എണ്ണം റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. അപ്പോൾ മോനക്ക് ചപ്പാത്തി ഇങ്ങനെ ഒറ്റക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഓന് പറഞ്ഞ് എനിക്ക് കാൽച്ചായക്ക് ചപ്പാത്തി മതി പറഞ്ഞ്. അങ്ങനെ അവനക്ക് ഇതാ 2 ചപ്പാത്തി ഉള്ളത് ചുട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി കൂട്ടിയിട്ട് മക്കൾ രണ്ടാളും മദ്രസക്ക് പോയിട്ടാ. പിന്നെ ഇതാ ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ കാക്കാക്കും മോനക്കൊന്ന് കല്യാണം ഉണ്ട്, മോള് പോണില്ല കേട്ടോ. അപ്പോൾ ഓക്കുള്ള ചോറ് മാത്രം ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും പിന്നെ ചോറും പിന്നെ മോരുണ്ട് പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും ആള്. അപ്പോൾ ഓക്കുള്ളത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ അതിൻ്റെ ഇടയിൽ കട്ടിപ്പത്തിരിയൊക്കെ ഒന്ന് പിന്നെ ഉരുളൊട്ടി ഇതാ പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധൃതിപ്പണി ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ദിവസം വർക്കത്തൊന്നും ഇപ്പോൾ നോക്കണില്ല. ഉരുട്ടിയിട്ട് വേഗം അമർത്ത ചുട്ടെടുക്കേണ്ട. പിന്നെ തലേന്നത്തെ ബീഫ് കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടാൻ വിചാരിച്ച് അങ്ങനെ അതാ പെട്ടെന്ന് പണികളൊക്കെ ആണ്ട് തീർക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 9 മണി 8:45 9 മണിൻ്റെ ഉള്ളിൽ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം ഉള്ളത് ചേളാരിയിലാണ് കേട്ടോ. അപ്പോൾ ചേളാരിക്ക് ഇവിടുന്ന് ഒരു 9 മണിക്കൊക്കെ ഇറങ്ങിയാൽ ഒരു 9:45 ആ ഒരു ടൈമിൽ എത്തും. അപ്പോൾ നമ്മളെ കൂടെ ഒരാളും കൊണ്ട് ഇട്ട വേങ്ങരുന്ന് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചമ്മാട്ട് കണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് എന്താ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ എവിടേക്കും പോകാനുള്ളതാണ് വെച്ചിട്ട് നേരത്തെ കാലത്തന്നെ ഒന്നും അടുക്കളയ്ക്ക് കയറൂല. ഇന്നലെ കിടന്നിട്ടൊന്നും ഉറക്കം വരില്ല കേട്ടോ. എങ്ങനെയാണ്ട് നമുക്ക് സ്ഥലം കാര്യമൊക്കെ കണ്ടുപിടിച്ച് ഒരുമിച്ചിട്ടാണ്ട് എത്തണമല്ലോ. അപ്പോൾ ഉറക്കമൊന്നും വരില്ല. അല്ലെങ്കിലും നമുക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നേരത്തെ അടുക്കളയ്ക്ക് വരാൻ മടിയാണ്. 5 മണിക്കൊക്കെ അടുക്കളയ്ക്ക് വരാൻ ഞാനൊരു 6 മണി 6:30 7 മണി അതിനുള്ളിലായിട്ട് വരിക. അങ്ങനെയാണ്. എന്നാലും നമ്മളെ പണി നമ്മൾ ആ വിചാരിച്ച ടൈമിൽ തീർന്നു കിട്ടും കേട്ടോ. ഏറ്റവും നല്ലത് നന്ന രാവിലെയൊക്കെ എണീറ്റ് അടുക്കളയിൽ കയറി അങ്ങനെ പണി വയ്ക്കുമ്പോൾ അത് വേറൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് പണി വയ്ക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും വിചാരിച്ചാൽ എണീറ്റ് പണികളൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് അത്ര ഉണ്ട് നേരത്തെ എണീറ്റ് പണി വയ്ക്കേണ്ട ആരാവശ്യം തോന്നലില്ല കേട്ടോ. ഞാൻ ഒരു 7 മണി 8 മണിൻ്റെ ഉള്ളിൽ എണീറ്റാലും ഞാൻ എന്നും തീർക്കണ ആ ഒരു ടൈമിലേക്ക് പണികൾ തീർക്കാൻ പറ്റുക. അല്ലാത്തൊരു പിന്നെ സാവധാനത്തിലൊക്കെ പണിയെടുക്കാം. എല്ലാവർക്കും ഒരേപോലെ പണിയെടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ സാവധാനത്തിൽ എടുക്കണവരുണ്ടാവും, സ്പീഡിൽ എടുക്കണവരുണ്ടാവും. അപ്പോൾ സാവധാനത്തിലൊക്കെ പണികൾ തീർക്കാൻ പറ്റുമോ നേരത്തെ എണീറ്റ് ഇപ്പോൾ പണികളൊക്കെ തീർക്കണമായിരിക്കും നല്ലത്. എനിക്ക് പിന്നെ അതൊന്നും വിഷയമായി തോന്നിയിട്ടില്ല കേട്ടോ. നേരെ വൈകിയാലും ഞാൻ എൻ്റെ വിചാരിച്ച സമയത്തേക്ക് തീർക്കാൻ പറ്റലുണ്ട്.
അപ്പോൾ നമ്മൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ പണികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ക്ലീനിങ്ങും പാത്രം കൈകാളതും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന പണി കഴിഞ്ഞിട്ട് ഇന്ന ഒരു പണിയൊന്നുമില്ല. നമ്മൾ ആ ഒരു അടുക്കള പണീൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെ പണികളൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ കണ്ട് എടുക്കും. അപ്പോൾ ഞാൻ ആ പത്തിരി ചുടുന്നോടത്തുനിന്ന് വന്നുകൊണ്ട് വേഗം പഠിച്ചിട്ട് മടക്കി വെക്കണം. മക്കൾ എണീക്കാൻ നേരെ വൈകിയില്ല. അങ്ങനെ ഇതാ നമ്മളെ പത്തിരി ചുടലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അടിച്ചു വാരലാണ് കേട്ടോ. ഇന്നിപ്പോൾ പിന്നെ അടിച്ചു വാരിയാണ് പോവുക. നമുക്ക് ഒതുക്കി പെറുക്കി എടുത്ത കളൊക്കെ അന്ന് എടുത്ത് വെക്കും. അല്ല തട്ടലും കൊട്ടലൊന്നുമില്ല, സാധാ നോർമൽ അടിച്ചു വാരി അടിച്ചു വാരി എടുക്കുകയാണ്. ഇന്നിപ്പോൾ തുടക്കലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ പോകാനുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ തുടക്കലൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തലേന്ന് തുടച്ചതാണ്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അടിച്ചു വാരിയിട്ട് അടുക്കളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ചാൽ തന്നെ വീട് വൃത്തിയായി, മുക്കാലും വൃത്തിയായി. പിന്നെ തുടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മുറ്റടിച്ച് തരുന്ന പണി അത് മോള് മദ്രസ ഇട്ടാണ്ട് ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പം നല്ല ആക്കണം കേട്ടോ. മുറ്റടിച്ച് തരുന്ന പണി ഇപ്പം എനിക്ക് നല്ല കുറവാണ്. ഞാൻ അടിച്ചു വരിയിട്ടില്ല, വെക്കേഷൻ വന്നാലും അടിച്ചു വരിയിട്ടില്ല. മോൾ തന്നെയാണ് അടിച്ചു വരല്. ഫ്രണ്ട് ഭാഗം കേട്ടോ, ബാക്ക് ഭാഗം പിന്നെ ഞാൻ ഒന്നരാട് ഇട്ടിട്ടൊക്കെ ആയിട്ട് അടിച്ചു വാരും. എല്ലാം കൂടി പിന്നെ ഓളെ കൊണ്ട് കഴിയൂല കേട്ടോ, പാവം തോന്നും. അങ്ങനെ ഏതായാലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. ഇത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടത്. മെറ്റീരിയലും ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കണ്ട് അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ആക്കിയിട്ടാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാതൊന്നും അന്ന് പറ്റിയിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാറുണ്ട്. പിന്നെയാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ എന്താ രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോളും കളർ ഇത് തന്നെയാണ് കേട്ടോ. കളറ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ആക്കി. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് മക്കളാരുമില്ല, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മാടെത്തി ഇതാ സ്റ്റാൻഡിൽ അവളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വേങ്ങരയാണ് അവളെ വീടുള്ളത്. അപ്പോൾ ബസ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബസ്സിലാണ് കയറുന്നത് പറഞ്ഞ് വിളിച്ചതാ ഞാൻ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഫോണിലൂടെയുള്ള പരിചയം കാര്യങ്ങളുള്ള എല്ലാവരും കിട്ടാം. പിന്നെ ഇങ്ങനെ നമ്മളെ ചാനലിലൂടെയും ഫോണിലൂടെയും ഗ്രൂപ്പിലൂടെ ഒക്കെ ഉള്ള പരിചയമുള്ളപ്പോൾ നേരിട്ട് ഈ ഒരു പ്രോഗ്രാമിനാണ് കേട്ടോ കാണുന്നത്. നമുക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നമുക്ക് ഏകദേശം ചേളാനും ഒക്കെ അറിയുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഓഡിറ്റോറിയം ഏതാണെന്ന് അറിയേണ്ട ഒരു താമസമുള്ളൂ. അത് അവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ തന്നെ ഓഡിറ്റോറിയം ഇതാണെന്ന് പറഞ്ഞു. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വിശാലതല്ല, നല്ല പിന്നെ ഒരു കൺവെൻഷൻ സെൻ്ററാണ്. സൂപ്പറാണ് കേട്ടോ. സെഞ്ച്വറി കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ. അത് ചേളാരിയാണിത് വരുന്നത്. പിന്നെ ഇവിടെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ലാസ്റ്റാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി നോക്കിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫോണിൽ ചാർജ് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയിട്ടാ. ഈ ഒരു നമ്മളെ ഏരിയയിൽ ഉള്ളവർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിയും. അങ്ങനെ ഇതാ അതൊക്കെ നമ്മൾ വന്ന പാടനെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഇതാ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഫാമിലി മീറ്റാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് പിന്നെ യൂട്യൂബേഴ്സ് ഫേമസ് ആയിട്ടുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വന്ന് കയറി. ഇതാ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ജ്യൂസും പിന്നെ നമ്മളെ വത്തക്ക ഇല്ലാത്ത പരിപാടിയില്ലല്ലേ. ഞാനിതാ വത്തക്ക ജ്യൂസാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല പിന്നെ ചൂടുണ്ടായിരുന്നു. ആ ഒരു 9 മണി 10 മണീൻ്റെ ഉള്ളിലല്ലേ വരുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ആശ്വാസമായി. പിന്നെ അത് അവിടെ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളും ഈസി കുക്കിൻ്റെ പിന്നെ പ്രൊഡക്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതാണ്. ഒക്കെ അത് നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. മിക്സി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്, ചോപ്പർ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മളെ പ്രോഗ്രാം 8:30 ആ ഒരു ടൈമിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എത്തിയപ്പോൾ 9:45 ആ ഒരു ടൈമിലാണ് കേട്ടോ. പ്രോഗ്രാമൊക്കെ പാട്ടും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ നമ്മൾ കണ്ട് പരിചയമുള്ളവരാണ്, ഒരുപാട് പേരെ അറിയില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ നമുക്ക് പറ്റുന്ന ടൈമിനുള്ളിൽ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പരിചയപ്പെടുക ഒക്കെ ചെയ്തു കേട്ടോ.
അങ്ങനെ നമ്മളെ വിശിഷ്ട അതിഥി മിനിസ്റ്ററായിരുന്നു കേട്ടോ അബ്ദുറഹ്മാൻ സാറ്. അപ്പോൾ അവരെ വരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇത്. നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് നല്ല നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആക്കിയും പിന്നെ ഇതൊക്കെ തന്നെ പ്രസംഗവും കാര്യങ്ങളും പ്രാർത്ഥന കാര്യങ്ങൾ പിന്നെ നമ്മളെ വിശിഷ്ട അതിഥികളുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ മിനിസ്റ്റർ പിന്നെ അറിയാത്തവരാരുണ്ടാവില്ല, അതേപോലെ എനിക്ക് അവരെ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരുണ്ട് പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഓരോരുത്തരായിട്ട് അങ്ങനെ സംസാരിക്കണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല പാട്ടും കാര്യങ്ങളും യൂട്യൂബേഴ്സിലുള്ള ഒരുപാട് പേര് പാടുന്നവരുണ്ടെങ്കിൽ അവർ പാടി. പിന്നെ നമ്മൾ പാട്ടുകാർ കുറേ പാട്ട് പാടി. അങ്ങനെ ഫുൾ കളറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാം പറഞ്ഞാൽ നല്ല അടിപൊളി പ്രോഗ്രാം. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ യൂട്യൂബേഴ്സിനെ കൊണ്ടും പിന്നെ അവരെ കൂടെയുള്ള ഫാമിലി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പാണ് കേട്ടോ. ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മീറ്റപ്പിന് കൂടുന്നത്. പിന്നെ ഇതിന് മുന്നേ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാസ്ലിംഗ് സ്റ്റാർസിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു, അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇത് ഒന്നുമില്ല, ഫുൾ വൈബായിരുന്നു. പിന്നെ ഒരു ജാട കാര്യങ്ങളോ വേർതിരിവോ ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. നല്ല അടിപൊളി മീറ്റപ്പായിരുന്നു. ഒന്നും പറയാലൊക്കെ എങ്ങനെ പറയേണ്ടി അറിയില്ല. നല്ല ഉഷാറായിരുന്നു കേട്ടോ പ്രോഗ്രാമൊക്കെ. പിന്നെ ഓരോരുത്തർക്കുള്ള മൊമെൻറ്റോ കാര്യങ്ങൾ ഒക്കെ കൊടുക്കണതായിരുന്നു കേട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ മൊമെൻറ്റോസ് കൊടുക്കും. അങ്ങനെ ആയിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്കൊക്കെ അതിൻ്റെ ഇടയിലുള്ള പിന്നെ മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു കേട്ടോ മൊമെൻറ്റോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, ഇവരെ പിന്നെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തൊക്കെ ചെയ്തിട്ടാ. ഇവരൊക്കെ പിന്നെ നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ലല്ലേ, എല്ലാവർക്കും അറിയണതാവുമല്ലോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കി നിങ്ങൾ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ ആളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ആയിട്ടൊക്കെ അയക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കിയും. പിന്നെ ഇവിടെ വലിയ വലിയ യൂട്യൂബേഴ്സിനെ കുറേ ആൾക്കാർ നമുക്ക് പരിചയമില്ലാത്തവരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കിടിലം മുത്തശ്ശി കേട്ടോ. കിടിലം മുത്തശ്ശി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചാനൽ. ഇപ്പോൾ ഞാൻ കയറി നോക്കുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെ കാണാൻ പറ്റി. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മുത്തശ്ശിയൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ ആള്. പിന്നെ നമ്മളെ പാട്ടുകാർ അറിയാത്തൊരാരുമില്ലല്ലേ, നമ്മളെ വൈറലായിട്ടുണ്ട് പാട്ട്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാട്ട്. അപ്പോൾ അവളറ്റ് കണ്ട് സംസാരിച്ചു. പിന്നെ ഇതൊക്കെയാണ് പാട്ടൊക്കെ പാടി കുട്ടികളൊക്കെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ജംഷീദ മഞ്ചേരി നമ്മളെ പാട്ടുകാരെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകാരാണ്. അപ്പോൾ അവർ പാട്ട് വന്ന് കുട്ടികളൊക്കെ ഫുൾ കളിയും ഡാൻസും വലിയവരും ഞാനൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജ് മേൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ലാസ്റ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഓർമ്മയില്ല, അത്രക്ക് തുള്ളിച്ചാടലായിരുന്നു. വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഒന്നുമില്ല. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ചാർജ് കുറവായിരുന്നു. സ്വിച്ച് ഓഫ് ആയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ കോൾ ചെയ്യാൻ പറ്റില്ല വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ആകെ 15 ചാർജിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഫോൺ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിക്കാനുള്ള നേരമൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടാണ്. നല്ല അടിപൊളി പിന്നെ വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ വെച്ചിട്ടൊരു ഗ്രേവി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒക്കെ നല്ലോണം ഇഷ്ടമായി. കുറേ കാലമായിരുന്നു കേട്ടോ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. ഇപ്പം മന്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇറങ്ങിയപ്പോൾ നമ്മൾ പിന്നെ ഇതൊന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം കഴിച്ചപ്പോൾ നമ്മളെ മൊമെൻറ്റോ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തരുന്ന വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കാനുള്ള പിന്നെ ഇതിൽ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്ന നമ്മളെ ജംഷീദ് മഞ്ചേരിയുടെ പാട്ടാണ് കേട്ടോ. എല്ലാവരും പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ടുള്ള ടൈമായിരുന്നു അതൊക്കെ. അപ്പോൾ ഏതായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കണില്ല, ഞങ്ങളിങ്ങനെ വീഡിയോസ് കണ്ടോക്കിട്ടാ. അപ്പോൾ നമ്മൾ സോങ്ങും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താത്തത് കോപ്പിറൈറ്റ് വരില്ല വിചാരിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും നമ്മൾ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.